അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു നൊസ്റ്റാൾജിക് ഇഫ്താർ റെസിപ്പി ആയിട്ടുള്ള പാലുറപ്പിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇത് കാണാനും കഴിക്കാനൊക്കെ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും നമ്മളിത് ചൂടോടെ തന്നെ വിളമ്പുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചിട്ട് പുഡിങ്ങൊക്കെ പോലെ സെർവ് ചെയ്യാം. പിന്നെ ഞാനിതൊന്ന് ഉണ്ടാക്കിയതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. നമ്മളെ പാലുറപ്പിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ആദ്യം കാച്ചിയെടുക്കാം. ബിസ്മില്ലാ. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാലാണ്, നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇനിയിപ്പം നാട്ടിലത്തെ പാലൊക്കെ ആണ് കുറച്ച് കട്ടി കുറവുള്ള പാലൊക്കെ ആണെങ്കിൽ ഇത് ഒരു 1.25 കപ്പെങ്കിലും എടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 1/4 കപ്പെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കണം. അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് നമ്മളൊരു 1/4 കപ്പെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം പാല് കുറുക്കി കിട്ടും. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ കിട്ടും. ഞാനിപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഒന്ന് കാച്ചി എടുത്തിട്ടുള്ളൂ. കട്ടി കുറഞ്ഞ പാലൊക്കെ ആണെങ്കിൽ ഒന്ന് കുറുക്കിയെടുത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ പാല് വേറെ വെള്ളം വേറെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ബൗളൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പാൽ ഉറപ്പിക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഇനി ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഏലക്കായൻ്റെ ഒരു ഫ്ലേവർ വേണം. ഇനി ഏലക്കായൻ്റെ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏലക്കായൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഇനി ഒരു 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ പാല് ഓവറായിട്ട് ചൂടുണ്ടാവരുത് കേട്ടോ. മുട്ട വെന്ത് പോകണ ആ ഒരു ചൂടുണ്ടാവരുത്. ഒരു നേരിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റിയ ഒരു ചൂടുണ്ടായാലും വലിയ കുഴപ്പം. ഇനി ഇതൊന്ന് അടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ബൗൾ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിതിൽ ഏലക്കായ പൊടി തന്നെ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഏലക്കായ ഒന്ന് നന്നായിട്ട് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടിച്ചപ്പോൾ ഒന്ന് പതഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ അധികം പതഞ്ഞ് കിട്ടണ്ട, നമുക്കൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മതി. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ മുട്ട അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഏലക്കായ പൊടി ചേർക്കുകയാണെങ്കിലും ശരി, ഇതൊന്ന് അരിച്ചിട്ട് തന്നെ ഒഴിക്കുക. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാലുറപ്പിച്ചത് കിട്ടും. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീമർ ഇതാ റെഡിയാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പാലുറപ്പിച്ചതിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു ചെറിയ മൂടി കൊണ്ട് ഒന്ന് മൂടി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആവി കയറിയിട്ട് അതിൽ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിൻ്റെ മൂടി കൊണ്ട് കൂടി മൂടി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞ പോലെ ആയിപ്പോൾ. ഇനി ഇത് വേവാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ നല്ല കുഴിയുള്ള പാത്രം എടുത്തുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാൻ. നല്ല പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ്. ഇതാ നമ്മളെ പാലുറപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടൊന്നുമില്ല, ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വിടർത്തിയെടുക്കുക. എന്നിട്ടിത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പാലുറപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ മറിച്ചിടുമ്പോൾ ചെറിയൊരു പീസ് കട്ടായിപ്പോയി. ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടി പരന്നിട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.